Find the equation of the circles with a radius 5 units whose center lies on x-axis and passes through the point 2, 3. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർക്കിൾസിന്റെ ഇക്വേഷൻ കാണാനാണ്. അതിന്റെ റേഡിയസ് 5 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെന്റർ എക്സ് ആക്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് 2, 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് 2, 3 ആണ്, അതിന്റെ റേഡിയസ് 5 യൂണിറ്റ് ആണ്, സെന്റർ എക്സ് ആക്സിലാണ്. നമ്മൾ സർക്കിളിന്റെ സെന്ററിനെ എച്ച് കെ എന്ന് എടുക്കുകയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ സെന്റർ എക്സ് ആക്സിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ സർക്കിളിന്റെ സെന്റർ നമുക്ക് h0 എന്ന് എടുക്കാം. കെ എന്ന് പറഞ്ഞ വാല്യൂ 0 ആയിരിക്കും, കാരണം എക്സ് ആക്സിൽ വരുന്ന മുഴുവൻ പോയിന്റുകളുടെയും y കോർഡിനേറ്റ് 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇവിടെ r 5 ആണെന്ന് നമുക്കറിയാം, റേഡിയസ് 5 എന്ന് ചോദിച്ചു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്നാണ്. അതായത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 25. അങ്ങനെയെങ്കിൽ ഇവിടെ എച്ചിന്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ച് നമ്മൾ പുട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫൈനൽ ആൻസർ ആയി കഴിഞ്ഞു. ഈ എച്ചിന്റെ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് തന്നിരിക്കുന്നത്. 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി ഈ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ പോയിന്റ് നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷനകത്ത് പുട്ട് ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് 2 എന്നും വൈയുടെ സ്ഥാനത്ത് 3 എന്നും കൊടുക്കാം. കാരണം നമുക്കറിയാം സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ആ മുഴുവൻ പോയിന്റുകളും അതിന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 25 എന്നാണ്. അതായത് 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 25. ഈ 9നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 9, അതായത് 16 എന്ന് വരുന്നു. 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ 2 മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16. നമുക്ക് 4 എന്നും അതുപോലെ തന്നെ മൈനസ് 4 എന്നും രണ്ട് വാല്യൂ എടുക്കാം. റൂട്ട് ഓഫ് 16. 2 മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും മൈനസ് എച്ച് ഈക്വൽ ടു 4 മൈനസ് 2, അതായത് 2 മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ 2 മൈനസ് എച്ച് ഈക്വൽ ടു മൈനസ് 4 എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മൈനസ് എച്ച് ഈക്വൽ ടു മൈനസ് 4 മൈനസ് 2 എന്ന് കിട്ടും, അതായത് മൈനസ് 6 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എച്ച് ഇക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എച്ചിന് രണ്ട് വാല്യൂസ് കിട്ടി, 2ഉം മൈനസ് 6. ആ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനകത്ത് പുട്ട് ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷൻ 1നകത്ത് പുട്ട് ചെയ്യുകയാണെങ്കിൽ എച്ച് ഇക്വൽ ടു മൈനസ് 2 എന്നാണെങ്കിൽ എക്സ് മൈനസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. അതായത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇത് ഒരു ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നു. വീണ്ടും ഇക്വേഷൻ നമ്പർ 1നകത്ത് നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് നമുക്ക് അടുത്ത ആൻസറും കിട്ടുന്നു.